താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ നിത്യമായ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ നിറപുഞ്ചിരികളോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തെ വരവേൽക്കാം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം എത്രമാത്രം വിശ്വസ്തനെന്ന ഇന്നലകളിൽ നമ്മൾ രുചിച്ചറിഞ്ഞവരാണ്. ഈ പകൽക്കാലവും ദൈവം അത്രത്തോളം നമ്മെ നടത്തട്ടെ. ക്ഷേമത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെയൊക്കെ നടത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ സന്ദേശം വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 25:31. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദർഭമാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത് താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ദൈവിക അനുഗ്രഹത്തെ നഷ്ടമാക്കരുത്. പ്രിയരെ, നമുക്ക് എവർക്കും സുപരിചിതമായ കഥാപാത്രമാണ് യാക്കോബ്. യാക്കോബ് എന്ന വാക്കിന് അർത്ഥം തന്നെ ഉപായിയാണ്. യാക്കോബിൻ്റെ ജ്യേഷ്ഠനാണ് ഏശാവ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അപ്പൻ്റെ അവകാശം മൂത്ത മകനാണ്. അപ്പൻ്റെ അവകാശം മൂത്ത തലമുറയ്ക്കാണ്. പക്ഷേ ഇവിടെ നാം കാണാൻ കഴിയുന്നു, പക്ഷേ യാക്കോബ് കൂടാരവാസിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കൂടാരത്തിനകത്ത് വസിക്കുന്നവനായിരുന്നു. ഏശാവ് വേട്ടയാടുന്ന വ്യക്തിയായിരുന്നു. യാക്കോബിൻ്റെ അമ്മയ്ക്ക് യാക്കോബിനോടായിരുന്നു പ്രിയം. തൻ്റെ മൂത്ത മകനായ ഏശാവിനേക്കാളും പ്രിയം യാക്കോബിനോടായിരുന്നു. കാരണം എപ്പോഴും യാക്കോബ് കൂടാരത്തിൽ വസിക്കുന്നവനാണ്. അമ്മയുമായി ഏറ്റവും സ്നേഹത്തിലുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും കരുതുന്നതും കാണുന്നതും ഒക്കെ യാക്കോബിനെയാണ്. പക്ഷേ ഇസഹാക്കിന് വാർദ്ധക്യം എത്തിയപ്പോൾ ഇസഹാക്ക് അനുഗ്രഹിക്കാൻ, തൻ്റെ അവകാശത്തെ കൈമാറാൻ വേണ്ടി ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേട്ടയിറച്ചി വേണം, നീ അത് കൊണ്ടുവന്ന് ഭാഗം ചെയ്ത് എനിക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അതുപോലെയാണ് ഈ വാക്കുകൾ ഇസഹാക്കിൻ്റെ ഭാര്യ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും മറഞ്ഞു നിന്ന് കേൾക്കുകയും യാക്കോബിനോട് പറയുകയാണ്, നിന്റെ അപ്പൻ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ ചേട്ടനായ ഏശാവിന് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞാൻ വേട്ടയിറച്ചിക്ക് പകരം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചൊരു ഇറച്ചി ഭാഗം ചെയ്ത് തരാം. നീ ഏശാവിനെ പോലെ കയ്യിൽ രോമമൊക്കെ വച്ച്, ശരീരത്തിനകത്ത് രോമമൊക്കെ വെച്ച്, ഏശാവ് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ അപ്പൻ്റെ അടുക്കൽ പോയി അപ്പനിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിക്കണം. മൂത്തവന് ലഭിക്കേണ്ട അനുഗ്രഹത്തെ ഇളയവന് ലഭിക്കാൻ വേണ്ടി അമ്മ ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. പോകുന്നു, വാങ്ങുന്നു, പ്രാപിക്കുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന സന്ദർഭമാണ്. അനുഗ്രഹം പ്രാപിച്ച യാക്കോബ് അപ്പനെ ചതിക്കുകയാണ്. ഉപായത്തിൽ ചതിച്ച് പോകുന്ന സമയത്ത് തൻ്റെ മുൻപിൽ ഇനി ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശം കൂടെ തട്ടിയെടുക്കണം. അതുകൊണ്ട് വേട്ടയാടി തളർന്നു വരുന്ന, വിശന്ന് വലഞ്ഞു വരുന്ന ഏശാവിൻ്റെ മുൻപിൽ ചുമന്ന പായസവുമായി യാക്കോബ് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് യാക്കോബ് പറയുന്നൊരു പദമാണ്, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരിക, എനിക്ക് വിൽക്കുക. സെൽമി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കാണാൻ കഴിയുന്നത്.
എനിക്ക് വിൽക്കുക, അതിന് പകരം ഞാൻ നിനക്ക് പായസം തരാം. പ്രിയരെ, ചില അവകാശങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആർക്കും കൊടുക്കാത്ത പർട്ടിക്കുലറായ ചില ശുശ്രൂഷകൾ, ചില നിയോഗങ്ങൾ, നിന്റെ കുടുംബത്തിൽ ആർക്കും കൈമാറാത്ത ചിലത് നിനക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, വി ആർ യൂണീക്ക് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ വ്യത്യസ്തരാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയുമായി നീ കമ്പയർ ചെയ്യരുത്. അവർക്കില്ലാത്തതെന്തോ ദൈവം നിനക്ക് കൈമാറിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാത്തതെന്തോ ദൈവം നിന്റെ തലമുറയ്ക്ക് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ വ്യത്യസ്തരാണ് പ്രിയരെ. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. വേദപുസ്തകം പറയുന്നു, ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ യാക്കോബ് തട്ടിയെടുത്തു. പോരാഞ്ഞിട്ട് ജന്മനാൽ അവന് ലഭിച്ച ജ്യേഷ്ഠാവകാശത്തെ യാക്കോബ് വിലപേശി മേടിക്കുകയാണ്. നീ അറിയുന്നില്ല കേട്ടോ. നിന്നെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ സ്നേഹത്തോടെ നിന്റെ മുൻപിൽ അഭിനയിച്ച് നിന്നിൽ നിന്ന് ചിലത് ചോർത്തിയെടുക്കാൻ നിൽക്കുകയാണ്. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ഭാവി തലമുറയുടെ നന്മകൾ, അനുഗ്രഹങ്ങൾ നിന്നിൽ നിന്ന് പോലും നിന്റെ തലമുറയെ അടർത്തിക്കൊണ്ടുപോയി നിനക്കെതിരെ തിരിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് തന്നെ നിന്റെ ശത്രുക്കളെ, കുടുംബത്തിലുള്ളവരെ തന്നെ നിനക്കെതിരെ ശത്രുക്കളായി മാറ്റുന്നു. ഇവരെല്ലാം ലക്ഷ്യം ദൈവിക അവകാശത്തു നിന്ന് നിന്നെ പറിച്ചു കൊണ്ടുപോകുക എന്നതാണ്. യാക്കോബ് ഏശാവിനോട് പറയുകയാണ്, പായസം ഞാൻ നിനക്ക് തരാം, പക്ഷെ നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. ഏശാവ് ചിന്തിക്കുന്നത്, വിശപ്പിനേക്കാളും വലുതല്ലല്ലോ ജ്യേഷ്ഠാവകാശം. അവൻ അറിയില്ല അവന് ലഭിച്ച ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ മൂല്യം അവൻ അറിയില്ല. പ്രിയരെ, അതുപോലെയാണ് ദൈവം നമുക്ക് നൽകിയ ചില പർട്ടിക്കുലറായിട്ടുള്ള ദൈവകൃപ, അഭിഷേകം, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, ദൈവം തന്ന ഗിഫ്റ്റ്സ്, ദൈവം തന്ന ദൈവം ആഴമായി നമ്മെ വിശ്വസിച്ച് നൽകിയ ചില താലന്തുകൾ ഒക്കെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നഷ്ടപ്പെടുത്തിയ ചില ആരൊക്കെ എന്നെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അതൊക്കെ എന്തോ താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലികമായ നന്മയ്ക്ക് വേണ്ടി വിറ്റ് കളഞ്ഞ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തോട് ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ ദൈവം നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മടങ്ങി വാ. ദൈവത്തിന് നിന്നെ വീണ്ടും റിസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ വയ്ക്കുകയാണ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി അവൻ്റെ നിത്യമായ അനുഗ്രഹത്തെ വിൽക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയട്ടെ, നിത്യമായ അനുഗ്രഹത്തെ ചില താൽക്കാലിക സുഖത്തിന് വേണ്ടി വിറ്റുകളയരുത്, ഉപേക്ഷിച്ച് കളയരുതെന്നേ. ഈ കർത്താവിനെ ഉപേക്ഷിക്കരുത്. കൂട്ടുകാർ പ്രലോഭിപ്പിക്കുമ്പോൾ, കുടുംബക്കാർ നിനക്കെതിരെ തിരിയുമ്പോൾ, പദ്ധതികൾ ഒരുക്കുമ്പോൾ, കൂട്ടുകാരൊക്കെ നിന്ന് എൻകറേജ് ചെയ്യും, നീ പാപം ചെയ്യ്, നിനക്കിത് ചെയ്യ്, ഇന്ന വ്യക്തി ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന വ്യക്തിയും പെന്തക്കോസ്തിലല്ലേ പോകുന്നേ, ഇന്ന വ്യക്തി ആരാധനയ്ക്കല്ലേ പോകുന്നേ, ഇന്ന വ്യക്തി ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, അവരിങ്ങനെയാണല്ലോ വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെയാണല്ലോ അവരെല്ലാ പാർട്ടിക്കും പോകുന്നുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും ഇടപെടുന്നുണ്ടല്ലോ. നോ നോ നോ. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തരുത്. പായസത്തിന് വേണ്ടി ഏശാവ് നഷ്ടപ്പെടുത്തിയ ജ്യേഷ്ഠാവകാശം ഒരായുസ് മുഴുവനും കരഞ്ഞാലും അവന് തിരിച്ചു ലഭിക്കത്തില്ല. പ്രിയരെ, ശിംശോൻ ദലീലയുടെ മടിയിൽ കിടക്കുമ്പോൾ ദലീല ശിംശോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? പ്രിയരെ, ഇന്നും നിന്റെ ശക്തിയെ ചോർത്തിക്കളയാൻ ദൈവം നിനക്ക് നൽകിയ ചില അനുഗ്രഹത്തെ, നിത്യമായി നൽകിയ ചില അനുഗ്രഹത്തെ, ഞാൻ പറഞ്ഞല്ലോ, യു ആർ യൂണീക്ക് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വ്യത്യസ്തനാണ്, നിന്റെ തലമുറ വ്യത്യസ്തനാണ്. അവന് പർട്ടിക്കുലറായിട്ട് കൊടുത്ത ചില ഗിഫ്റ്റുകളുണ്ട്, താലന്തുകളുണ്ട്, ദൈവം കൊടുത്ത യൂണീക്കായിട്ടുള്ള ചില വാക്തത്വങ്ങളുണ്ട്. ദലീല ചോദിക്കുന്നു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? പാപത്തിൻ്റെ സുഖത്തിനകത്ത് വീണുപോയ ശിംശോൻ അറിയാതെ അവൻ്റെ വായ് തുറന്നവൻ ആ രഹസ്യത്തെ പുറത്തു വിട്ടപ്പോൾ അവൻ്റെ ശക്തിയുടെ ഉറവിടത്തെ ശത്രു വെട്ടിമാറ്റി, ശത്രു ചിതറിച്ചു കളഞ്ഞു. അവൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി, കണ്ണുകൾ കുത്തി പുറത്തെടുത്തവനായി, ഒരു
ആമേ ക്ഷേത്രത്തിൻ്റെ തൂണിനകത്ത് കെട്ടിവെച്ച് ജീവിതത്തെ കണ്ണുനീരോടെ അവസാനിക്കേണ്ടി വന്നൊരു ഭക്തൻ, ഞാൻ ആത്മാവിൽ പറയട്ടെ, താൽക്കാലിക സുഖത്തിന് വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തരുത്. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും തെറ്റിലേക്ക് ആരെങ്കിലും നിന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നന്മകൾ മുന്നിൽ വെച്ചിട്ട് നീ വാ, നമുക്കൊന്ന് എൻജോയ് ചെയ്യാം, നമുക്ക് അവിടെ പോകാം, ഇവിടെ പോകാം, ആരെയാ പേടിക്കുന്നേ, ആരെയാ മറയ്ക്കുന്നേ? നോ 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 നോ. താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ കളയരുത്. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഈ പ്രഭാതം മുതൽ നിലകളിൽ പറ്റിപ്പോയി, പലപ്പോഴും നിന്നെ വിട്ട് അകന്നു, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകന്നുപോയി. ഈ പ്രഭാതം മുതൽ അങ്ങേ മാത്രം ചേർന്ന് അങ്ങയുടെ നിയോഗത്തെ മാത്രം മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാൻ ഒരു കൃപ തരാമോ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയമല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വന്ന ഒത്തിരി പരാജയങ്ങളുണ്ട്. ഞങ്ങൾ ദൈവഹിതമില്ലാതെ തിരഞ്ഞെടുത്ത ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. പറ്റിപ്പോയ ജീവിതത്തിൻ്റെ അവസ്ഥകളുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ മടങ്ങി വരികയാണ്. കർത്താവേ, നിത്യമായ അനുഗ്രഹത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു നന്മയും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലം സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നോട് കൂടെ ചേർന്ന് ഈ പ്രഭാതത്തിൽ തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് അതിൽ നിലനിൽക്കാനുള്ള ആവശ്യമായ കൃപ കൊടുക്കണമേ. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകുവാൻ സ്വർഗമിട വരുത്തണമേ. ഈ പ്രഭാതം മുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് വരണം. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിന് ആമേൻ. അതേ പ്രിയരെ, താൽക്കാലിക സുഖത്തിന് വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ നഷ്ടമാക്കരുത്. ദൈവം തന്ന വെളിപ്പാടിനെ, ദൈവം തന്ന ഗിഫ്റ്റിനെ, ദൈവം തന്ന അനുഗ്രഹത്തെ, ദൈവം തന്ന വാഗ്ദത്തത്തെ നീ നഷ്ടമാക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി മുറുകെ പിടിക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. ദൈവം നിങ്ങളെ തീർച്ചയായി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർമാനമായി സന്ദേശം ലഭിക്കണമേ ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. ദൈവത്തോടൊപ്പം നമുക്കൊരു യാത്ര തിരിക്കാമോ? God bless you. Amen.